നമസ്കാരം. ക്ലിൻസ്രാജ് ഇൻഫോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മൾ ഇന്ന് എവിടെ തിരിഞ്ഞാലും ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോണുകളുടെ കാലമാണ്. ഇതിന് കാരണം ഇന്ന് ബാങ്കിംഗ് മേഖല പൂർണ്ണമായിട്ടും ഡിജിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞതുകൊണ്ടും ആധാർ കാർഡിന്റെയും പാൻ കാർഡിന്റെയും വരവോടുകൂടി ബാങ്കിംഗ് മേഖലയിലുള്ള എല്ലാ ഡോക്യുമെന്റേഷനും ഓൺലൈൻ വഴി വെരിഫൈ ചെയ്ത് ഉപഭോക്താക്കൾക്ക് ഉടനടി വായ്പ നൽകാൻ സാധിക്കുന്നത് കൊണ്ടുമാണ് ഇന്ന് മിക്ക ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളായിട്ടുള്ള NBFCകളും ഉടനടി ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ അവരുടെ ആപ്ലിക്കേഷനുകൾ മുഖേന നൽകുന്നത്. അതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നിരവധി ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്. നിരവധി ജെനുവിൻ ആയിട്ടുള്ള RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോൺ എടുത്ത് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട് നിരവധി ആപ്ലിക്കേഷനിൽ നിന്ന്. അതെല്ലാം കാണണമെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സന്ദർശിച്ചാൽ മതി. ഇന്ന് ഈ വീഡിയോയിൽ ഫതക് പേ എന്ന ഒരു ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷന്റെ ജെനുവിൻ റിവ്യൂ ആണ്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ലോണിനെ അപേക്ഷിച്ച് നമുക്ക് ലഭിക്കുമോ എന്നുള്ള മുഴുവൻ വിവരങ്ങൾ ഇന്ന് കാണിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ആരെങ്കിലും ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ, ഈ ഫതക് പേ എന്ന ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ലോൺ എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലേ സ്റ്റോറിൽ 4 റേറ്റിംഗ് ഉള്ള ഈ ആപ്ലിക്കേഷൻ അവകാശപ്പെടുന്നത് അർഹതപ്പെട്ടവരായിട്ടുള്ള സാലറി ആയിട്ടുള്ള വ്യക്തികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഒരു രീതിയിലുള്ള ഈടോ ജാമ്യമോ നൽകാതെ 2000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ ഉടനടി വായ്പ ലഭ്യമാക്കുമെന്നാണ് ഇവർ അറിയിക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ചടവ് കാലാവധി 2 മാസം മുതൽ 24 വരെ മാസം നമുക്ക് ലഭിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഫതക് പേ എന്ന ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കാണാം ഈ പെർമിഷൻ, നോട്ടിഫിക്കേഷന്റെ പെർമിഷൻ ഒക്കെ കൊടുക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷ് വേണോ ഹിന്ദി വേണോ. അപ്പൊ ഇംഗ്ലീഷ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ബെനിഫിറ്റ്സ് ഓഫ് അതൊക്കെ ഇവർ എത്ര രൂപയായിരുന്നാണ് ലോൺ നൽകുന്നതാണ് കാണിക്കുന്നത്. 1000 രൂപ 2 ലക്ഷം രൂപ വരെ. അതുപോലെ തന്നെ 12% മുതൽ 35% വരെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് അവർ ഈടാക്കുന്നത്. ഇവരൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ എത്ര അടയ്ക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്ന് ഇവർ പറയുന്നുണ്ട്. പാൻ കാർഡ്, അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ്, KYC ഡോക്യുമെന്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം. ഇത്രയും ചെയ്താലേ ഈ ലോൺ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. അത് സത്യമാണോ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം നമ്മൾ പ്രൊസീഡ് എന്ന് കൊടുക്കുക. പ്രൊസീഡ് എന്ന് കൊടുക്കുമ്പോൾ ഒരു OTP വരും. ആ OTP നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കാണാം ഇതുപോലെ ഒരു പേജ് ആണ് ഇവിടെ വരുന്നത്. ഇതാണ് ഈ ആപ്ലിക്കേഷന്റെ മെയിൻ പേജ്. ഈ മെയിൻ പേജിൽ നിങ്ങൾക്ക് കാണാം യു ആർ പ്രീ അപ്രൂവ്ഡ് ഫോർ അപ് ടു 2 ലാക്ക്, അതായത് 2 ലക്ഷം രൂപ വരെ പ്രീ അപ്രൂവ്ഡ് ആണ്. അതിന് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, നോ ഡോക്യുമെന്റ് റിക്വയർഡ്. ഒരു ഡോക്യുമെന്റ് നമുക്ക് ആവശ്യമില്ല. പക്ഷെ എത്ര എമൗണ്ട് ആ വേണ്ടെന്ന് നമുക്ക് പറയുന്നില്ല. അപ്പം ഈ ലോൺ എമൗണ്ട് നമുക്ക് കിട്ടുമോ ഇല്ലയോ, നമുക്ക് ഈ ലോണിന് അപേക്ഷിച്ചാൽ നമുക്ക് കിട്ടുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ യു ആർ പ്രീ അപ്രൂവ്ഡ് ഫോർ അപ് ടു 2 ലാക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം യു ഗെറ്റ് അപ് ടു 2 ലാക്ക് ലോൺ ആൻഡ് എൻജോയ് എക്സ്ട്രാ റിവാർഡ്സ്, യു ഗെറ്റ് ആക്സസ് ടു എന്നൊക്കെ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട. ഹൈലി റെക്കമെൻഡഡ് അപ്ഗ്രേഡ് യുവർ ഇൻഷുറൻസ്. നമുക്ക് ഇൻഷുറൻസ് എടുക്കണം 299, പക്ഷെ നമുക്ക് ഇൻഷുറൻസ് ഒന്നും വേണ്ട. ഓക്കെ, അപ്പം നമ്മൾ നോ ഐ വിൽ ടേക്ക് മൈ റിസ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം താഴത്തെ കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുകയാണ്. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു പേയ്മെന്റ് പേജ് ആണ് വരുന്നത്. അതായത് നമുക്ക് ഇൻഷുറൻസ് പിന്നെ എടുക്കണം. 236 രൂപയുടെ ഇൻഷുറൻസ് നമ്മൾ എടുക്കണം. ഇൻഷുറൻസ് എന്നല്ല പറയുന്നത്, ഒരു കൺവീനിയൻസ് ഫീസ് എന്നാണ് പറയുന്നത്. 236 രൂപയുടെ കൺവീനിയൻസ് ഫീസ് നമ്മൾ പേ ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇവർ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കൺവീനിയൻസ് ഫീസ് കൊടുത്തിട്ട് പോകണമെന്നൊരു നിർബന്ധമില്ല. കാരണം നമ്മൾ ലോൺ എടുക്കുക, നമ്മൾ അത്യാവശ്യക്കാരാണ്. അപ്പൊ നമ്മൾ ലോൺ എടുക്കുമ്പോൾ കൺവീനിയൻസ് ഫീസ് നമ്മൾ ആദ്യമേ അടയ്ക്കണം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഇപ്പൊ ഞാനിപ്പം ബാക്കിലോട്ടൊന്ന് പോവാണ്. അപ്പൊ നമ്മൾ ആദ്യമേ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് റിക്കോർഡ് എന്നുള്ള ലോണിനാണ് അപേക്ഷിച്ചത്. പക്ഷെ നമുക്ക് അതിനൊരു കൺവീനിയൻസ് ഫീസ് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോ ഡോക്യുമെന്റ് റിക്കോർഡ് എന്നുള്ള ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അവിടെ ക്ലിക്ക് ചെയ്തപ്പോഴും ഇതുപോലെ തന്നെ ഒരു പേജിലേക്കാണ് വരുന്നത്. മുമ്പ് കണ്ട അതേ പേജ്. ഇവിടെയും നമുക്ക് ഇൻഷുറൻസ് പേ ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. 299 രൂപയുടെ ഇൻഷുറൻസ് ഒന്നെങ്കിൽ പേ ചെയ്യണം, അല്ലെങ്കിൽ നോ ഐ വിൽ ടേക്ക് മൈ റിസ്ക് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെയും നിങ്ങൾക്ക് കാണാം ഈ പേയ്മെന്റ്, അതായത് 236 രൂപ നമ്മൾ പേ ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ, ലോണിന് അപേക്ഷിക്കാൻ പറ്റൂ എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു ലോണിന് ആവശ്യക്കാരാണ്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഒരു കൺവീനിയന്റ് ഫീസ് അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ശരിയല്ല. അതായത് നമ്മൾക്ക് ലോൺ കിട്ടുമെന്ന് നമുക്ക് ഒരു ഉറപ്പില്ലെങ്കിൽ കൂടി നമ്മൾ 299 രൂപ ഇൻഷുറൻസ് എടുക്കണം, അല്ലെങ്കിൽ 236 രൂപ നമ്മൾ പേയ്മെന്റ് നടത്തിയാലേ, ആദ്യം തന്നെ ഒരു കൺവീനിയൻസ് ഫീസ് പേ നടത്തിയാലേ നമുക്ക് ഈ ലോണിന് അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അനേകം പേര് ഇതിൽ നിന്ന് ലോൺ എടുക്കാൻ അപേക്ഷിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു റിവ്യൂ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് ഇങ്ങനെ കൺവീനിയൻസ് ഫീസ് പേ ചെയ്തവർക്ക് പലർക്കും ലോണിന് അപേക്ഷിച്ച് കഴിഞ്ഞ് ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് അവിടെ പ്രോസസ്സിംഗ് എന്ന് മാത്രമാണ് കാണിക്കുന്നത്. ലോൺ പ്രോസസ്സിംഗ്, അവർക്ക് ലോൺ കിട്ടുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഈ ലോൺ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ 299 രൂപ അടച്ചാൽ മാത്രമേ നമുക്ക് ലോണിന് കണ്ടിന്യൂ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ അപ്ലൈ ചെയ്യുന്നവർക്ക്, ഈ പേയ്മെന്റ് നടത്തി അപ്ലൈ ചെയ്യുന്നവർക്ക് ഈ ലോൺ കിട്ടണമെന്ന് ഉറപ്പില്ല. എനിക്ക് തോന്നുന്നു ഇവരുടെ ഉദ്ദേശം മെയിനായിട്ട് ലോൺ തരിക എന്നല്ല, ഇവരുടെ ഒരു ബിസിനസ് വളർത്തുക, ഇവർക്ക് കുറച്ച് രൂപ ഉണ്ടാക്കുക എന്നത് മാത്രമാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം.
ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ലോണിന് അപേക്ഷിക്കണോ അല്ലെങ്കിൽ പേയ്മെന്റ് നടത്തി കണ്ടിന്യൂ ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തുമാത്രം രൂപ കിട്ടി, അല്ലെങ്കിൽ അതിന്റെ പലിശ നിരക്ക് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മറ്റനേകം പേർക്ക് ഉപയോഗപ്പെടുന്നതാണ്. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡ്